മേയറും ഭർത്താവും ആ രാത്രിയിൽ കാട്ടിക്കൂട്ടിയത്. കഴിഞ്ഞ ദിവസം സുപ്രധാനമായ ഒരു കോടതി വിധി വന്നിരുന്നു. തിരുവനന്തപുരം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ടാനിയ മറിയം ജോസ് ആയിരുന്നു ആ ഉത്തരവ് പുറപ്പെടുവിച്ചത്. മുൻ മേയർ ആര്യ രാജേന്ദ്രനും ബാലുശ്ശേരി MLA ആര്യയുടെ ഭർത്താവുമായ സച്ചിൻ ദേവും വരുന്ന 21-ാം തീയതി കോടതിയിൽ ഹാജരാകണമെന്ന്. യദു എന്ന KSRTC ഡ്രൈവർ കോടതിയിൽ സമർപ്പിച്ച ആ ഹർജിയെ തുടർന്നായിരുന്നു ഇപ്രകാരം ഒരു വിധി കോടതി പുറപ്പെടുവിച്ചത്. തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിലുള്ള ആ പോലീസുകാർ യദുവിനെ വഴിയിൽ തടഞ്ഞു നിർത്തി ആക്രമിച്ചു എന്ന ആ കേസിൽ മുൻ മേയർ ആര്യ രാജേന്ദ്രനെയും അവരുടെ ഭർത്താവിനെയും ഒഴിവാക്കി കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. എന്നാൽ ആ ആക്രമണത്തിന് നേതൃത്വം കൊടുത്ത അതിലെ സുപ്രധാന പ്രതികളായ ഇവരെ ആ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തണം, അന്നിവരുടെ കൂടെ ഉണ്ടായിരുന്ന മറ്റ് 4 പേരെയും കൂടി പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തണമെന്നും പറഞ്ഞായിരുന്നു യദു കോടതിയെ സമീപിച്ചത്. ആ കുറ്റപത്രം കന്റോൺമെന്റ് പോലീസുകാർ സമർപ്പിച്ചപ്പോൾ വളരെ വിദഗ്ധമായി ഇവരെ ഒഴിവാക്കി ഈ മേയർ ആര്യ രാജേന്ദ്രന്റെ സഹോദരൻ എന്ന് പറയുന്ന അരവിന്ദനെ മാത്രമായിരുന്നു അതിൽ പ്രതിയായി ചേർത്തത്. അതും ഒരു പെറ്റി കേസ് ചാർജ് ചെയ്യാവുന്ന തരത്തിലുള്ള ഒരു നിസ്സാര വകുപ്പിട്ട് മാത്രമായിരുന്നു അദ്ദേഹത്തെ പ്രതിയാക്കിയത്. എന്നാൽ അതിനെതിരെയാണ് യദു കോടതിയെ സമീപിച്ചത്. നമുക്കറിയാം, ലോകമെമ്പാടുമുള്ള ആ മലയാളികൾ ഈ തിരുവനന്തപുരം മേയർ ആരാണ് എന്ന് മനസ്സിലാക്കിയ ഒരു ഇൻസിഡന്റ് ആയിരുന്നു അത്. 2024 ഏപ്രിൽ 27-ാം തീയതി തിരുവനന്തപുരം പാളയം സാഫല്യം കോംപ്ലക്സിന് മുന്നിൽ വെച്ചായിരുന്നു ഈ നാടകം അരങ്ങേറിയത്. KSRTC ബസ്സിനെ ഏതാണ്ട് പട്ടം പ്ലാമൂടിൽ നിന്നും പിന്തുടർന്ന് ഈ മേയറും ഭർത്താവും കുടുംബവും സഞ്ചരിച്ച ആ കാർ ഇവരുടെ പിന്നാലെ വന്ന് ഈ പാളയം സാഫല്യം കോംപ്ലക്സിന് മുന്നിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ആ കാറ് ബസ്സിനെ കുറുകെ നിർത്തി അതിൽ നിന്നും ചാടിയിറങ്ങി ഈ മേയറും ഇവരുടെ കുടുംബവും ആ ഡ്രൈവറുടെ ഡോറ് തുറന്ന് ഇദ്ദേഹത്തെ അശ്ലീലം പറയുകയും ചീത്ത വിളിക്കുകയും കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തു. തുടർന്ന് ഈ മേയറുടെ ഭർത്താവ് എന്ന് പറയുന്നവൻ ആ വണ്ടിയിൽ ചാടിക്കേറി യദുവിനെ ആക്രമിക്കാൻ ശ്രമിക്കുകയും ചീത്ത വിളിക്കുകയും ആ വാഹനത്തിൽ ഉണ്ടായിരുന്ന യാത്രക്കാരെ ഇറക്കി വിടുകയും ചെയ്തു. തൃശ്ശൂരിൽ നിന്നും പുറപ്പെട്ട ആ സൂപ്പർ ഫാസ്റ്റ് ബസ്സാണെന്ന് ഓർക്കണം. രാത്രി വളരെ വൈകി ഓരോ സ്ഥലങ്ങളിലും എത്തേണ്ടുന്ന ഏതാണ്ട് 15ഓളം യാത്രക്കാർ ആ വാഹനത്തിൽ ഉണ്ടായിരുന്നു. ദൈവത്തിന്റെ കയ്യൊപ്പ് എന്ന് പറയുന്നത് പോലെ ഇന്നിതാ കുഴിത്തുറ സ്വദേശിയായ ദൈവസഹായം എന്നൊരാൾ ഇന്ന് ഞങ്ങളെ വിളിച്ചിരിക്കുകയാണ്. അദ്ദേഹം പറയുന്നു, ഞാൻ ആ വണ്ടിയിലെ ഒരു യാത്രക്കാരനായിരുന്നു. അന്ന് നടന്ന ആ സംഭവങ്ങളുടെ ദൃക്സാക്ഷിയാണ് ഞാൻ. ഏത് കോടതിയുടെ മുന്നിലും സത്യം വിളിച്ചു പറയുവാൻ ഞാൻ തയ്യാറാണ്. അന്ന് സംഭവിച്ചത് വള്ളി പുള്ളി വിടാതെ കോടതിയിൽ വന്ന് പറയുവാൻ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞാണ് ആ ദൈവസഹായം എന്നെ വിളിച്ചത്. അദ്ദേഹത്തിന്റെ വിശദാംശങ്ങൾ, അദ്ദേഹത്തിന്റെ ഡീറ്റെയിൽസ് ഞങ്ങൾ യദുവിന്റെ അഭിഭാഷകന് നൽകുന്നതാണ്. ഇതാണ് ദൈവത്തിന്റെ കയ്യൊപ്പെന്ന് പറയുന്നത്. എല്ലാവരും മറന്നു തുടങ്ങിയ ഒരു ദൃക്സാക്ഷികൾ ആരും, ഇത് കണ്ട ആ വണ്ടിയിലെ യാത്രക്കാരും ഒരു സാക്ഷിയായി വരുവാൻ തയ്യാറായി ആരും മുന്നോട്ട് വന്നതായി നമുക്കറിയില്ല. കാരണം അവരോർക്കും എന്തിന് വെറുതെ വയ്യാവലിയുടെ പുറകെ പോകണം. പക്ഷെ ഇദ്ദേഹം ഞങ്ങളെ വിളിച്ചറിയിച്ചിരിക്കുകയാണ്, ഞാൻ എന്ത് സഹായത്തിനും തയ്യാറാണ്, ഏത് കോടതിയിലും വന്ന് സത്യം പറയുവാൻ തയ്യാറാണ്. അന്ന് ഈ മേയർ ആര്യ രാജേന്ദ്രൻ ഞങ്ങൾക്ക് പറയുവാൻ പോലും അറപ്പുള്ള തരത്തിലുള്ള ഭാഷയിൽ ഈ യദുവിനെ ചീത്ത വിളിക്കുന്നത് ഞാൻ കണ്ടു. അത്രയും മ്ലേച്ഛമായ ഭാഷ ഉപയോഗിച്ചാണ് യദുവിനെ ചീത്ത വിളിച്ചത്, കയ്യേറ്റം ചെയ്യുവാൻ ശ്രമിച്ചത്. അതുപോലെ ഈ സച്ചിൻ ദേവ് MLA എന്ന് പറയുന്നവൻ ആ രാത്രിയിൽ വണ്ടിയിൽ കയറി ആ യാത്രക്കാരോട് വണ്ടി ഇനി സർവീസ് ഇല്ല, നിങ്ങളെല്ലാം ഇവിടെ ഇറങ്ങിക്കോളൂ എന്ന് പറഞ്ഞതനുസരിച്ചാണ് ആ വണ്ടിയിൽ ഉണ്ടായിരുന്ന യാത്രക്കാർ ഇറങ്ങിപ്പോയത്. അതിനുശേഷം ആ വണ്ടിയിൽ ഉണ്ടായിരുന്ന കണ്ടക്ടർ സുബിൻ എന്ന് പറയുന്ന ആ കണ്ടക്ടർ ആരെയോ ഫോൺ വിളിക്കുന്നതായും ഇദ്ദേഹം കണ്ടതായി പറയുന്നു. യദു സമർപ്പിച്ച ഹർജിയിൽ പറയുന്നു, അന്ന് തന്നോടൊപ്പം കണ്ടക്ടറായിട്ടുണ്ടായിരുന്ന ആ സുബിനെ ഈ കേസിൽ പ്രതി ചേർക്കണം. കാരണം ഈ സച്ചിൻ ദേവിനെ രക്ഷിക്കുവാനായി അന്ന് ആ വണ്ടിയിലെ CCTV ദൃശ്യങ്ങൾ അടങ്ങുന്ന ആ മെമ്മറി ഒളിപ്പിച്ചത് അല്ലെങ്കിൽ അടിച്ചു മാറ്റിയത് ഇയാളാണെന്ന് അദ്ദേഹം ഹർജിയിൽ പറയുന്നു. ഇനി നമുക്ക് ആ ദൈവസഹായം ITV ന്യൂസിലേക്ക് വിളിച്ച് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് കേട്ട ശേഷം മടങ്ങി വരാം. എന്റെ പേര് ദൈവസഹായം എന്നാ. ദൈവസഹായം എവിടെ സ്ഥലം? എന്റെ വീട് കുഴിത്തറ. തിരുവനന്തപുരം കുഴിത്തുറ. തിരുവനന്തപുരം കുഴിത്തറ. സ്വന്തം വീട്. ഞാൻ വീട്ടിൽ പോവായിരുന്നു. എനിക്ക് സുൽത്താൻബത്തേൽ പണിയായിരുന്നു. അവിടെ നേരെ ഒരു വണ്ടി കിട്ടി നേരെ തൃശ്ശൂർ ഇറങ്ങിയിട്ട് ആ ബസ്സിൽ കയറിയതാ. അതും ആലപ്പുഴ വരുന്ന വണ്ടിയാ. കയറിയിട്ട് ഞങ്ങൾ അതേപോലെ തന്നെ കയറി വന്നിട്ട് ആ തിരുവനന്തപുരത്ത് ആ
മേയർ പെണ്ണിന്റെ ഭർത്താവ് സച്ചിന്റെ MLA നമുക്കറിയത്തില്ല. പക്ഷെ അവിടെ എനിക്ക് കുളുത്തറ പോകാനുള്ള ഞാൻ അന്നേ ഫസ്റ്റ് ദിവസം തന്നെ പറഞ്ഞ ഇത് വന്നപ്പം തന്നെ ഞാൻ കുളുത്തറക്കാരനാണ്, കന്യാകുമാരി ഡിസ്ട്രിക്റ്റിലാണ്, കുളുത്തറയാണ് എന്റെ വീട്, എന്റെ അഡ്രസ് അടക്കം ഫുള്ള് ഞാൻ പറഞ്ഞ, ഏത് കോറിൽ വിളിച്ചാലും ഞാൻ എത്തുമെന്നും പറഞ്ഞ. അന്ന് എന്താ സംഭവിച്ചതെന്ന് പറയാവോ? അന്ന് സംഭവിച്ചെന്ന് പറഞ്ഞാൽ ഇവര് ബസ് നേരെ കുറുക്കെ പിടിച്ച് കാറ് കുറുക്കെ പിടിച്ചിട്ട് ഒരു ചേട്ടൻ ഒരു MLA എന്ന് പറഞ്ഞ് ആ പുള്ളി ഇറങ്ങി വന്നിട്ട് ബസ്സിനകത്ത് കയറി വന്നിട്ട് പറഞ്ഞ് ഈ ബസ്സിന് അങ്ങോട്ട് പോവില്ല, നിങ്ങൾ ഇവിടുന്ന് ഇറങ്ങി യാത്രക്കാരിലൊക്കെ പോകണമെന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടായി. അപ്പൊ കണ്ടക്ടർ ഡ്രൈവർ സീറ്റിന് തൊട്ടടുത്തിരിപ്പുണ്ട്, ഇപ്പുറത്ത് ഒരു സീറ്റ് ഒരാളിരിക്കുന്ന സീറ്റില്ലേ, രാത്രി ആയതുകൊണ്ട് അവിടെയാണ് ഇരിക്കുക. നമ്മൾ എത്രയും കാലം കൊണ്ട് കയറുന്ന എനിക്കറിയാം. ആ പുള്ളി അവിടെ ഇരിപ്പുണ്ട്. ഇയാൾ വന്ന് പറഞ്ഞോടെ ആ പുള്ളി ആർക്കൊക്കെ ഫോൺ വിളിച്ച് കണ്ടക്ടർ. പിന്നെ ആ പെണ്ണാണെങ്കിൽ കൈയും പോത്തിയുണ്ട്, ഇങ്ങനെ എന്തൊക്കെ തെരയാന്നോ പറഞ്ഞെന്നറിയാമോ? പെണ്ണെ പിടിച്ച് അകത്ത് കയറ്റി ഇരുത്തിട്ട് വല്ല കാര്യമുണ്ടോ? ഞാനും അന്നും പറഞ്ഞ ഇന്നും അത് തന്നെ പറയുന്നു. ഞാൻ ഒരു സ്കൂട്ടറുകാരൻ വന്ന് നിർത്തിയിട്ട് ആ പുള്ളിയോട് പറഞ്ഞു ചേട്ടാ എന്നെ കൊണ്ടുവിടി, എനിക്ക് കുളുത്തറ പോകണമെന്ന് പറഞ്ഞിട്ട് ആ പുള്ളി പറഞ്ഞു എന്നാ ചേട്ടൻ കയറിക്കോ എന്ന് പറഞ്ഞു. എല്ലാരും ഇറക്കി വിട്ട്. ഇവർക്ക് എന്താ കാര്യം? ഏത് ഈ സച്ചിനാണ് യാത്രക്കാരോട് നിങ്ങളെല്ലാം ഇറങ്ങിക്കോ വണ്ടി ഇനി പോകത്തില്ല എന്ന് പറഞ്ഞ് ഇറക്കി വിട്ടത്? ഈ പുള്ളി ഇറക്കി വിട്ടെ, എല്ലാരും ഈ പുള്ളി ഇറക്കി വിട്ടെ. ഒരാൾ വന്നിട്ട് അവര് ക്യാമറ ഇങ്ങനെ പിടിക്കായിരുന്നു ഈ ഡ്രൈവറിന്റെ അടുത്ത് നിന്ന് വെച്ച്. അപ്പോൾ ആ പെണ്ണ് പറയാ നിർത്തിക്കോന്ന്, ഓഫാക്കിടോ, അത് നിർത്തിക്കോന്ന് പറഞ്ഞ് വിളിച്ച് പറയാ. ഇവരൊരു വെള്ളം അടിച്ചോണ്ടിരിക്കാതെ ഈ മറ്റേ ഞങ്ങൾ നാട്ടിൽ പറയുന്ന രീതി വേറെയാ. അവരാൾ വെള്ളം അടിച്ചുകൊണ്ട് ഉണ്ടാക്കി നമ്മൾ വർത്താനം പറഞ്ഞ് നമ്മളൊക്കെ ഇറക്കി വിട്ടത്. ഞാൻ പേടിച്ച് ഈ സച്ചിന് വണ്ടി കയറി ഡ്രൈവറെ തെറി വിളിച്ചോ? ഡ്രൈവറിനെ തെറി വിളിച്ചോണ്ട് പറയാ എടാ വണ്ടി നിർത്തിക്കോ, അല്ലെങ്കിൽ മറ്റാൾക്ക് മറിച്ചാക്കെന്ന് പറഞ്ഞ് ഈ പുള്ളി ഡ്രൈവറിനെ തെറി പറഞ്ഞു. എന്നിട്ടാണ് ആ പെണ്ണും ഒരു പെണ്ണും വേറെ ഒരു സ്ഥിതിയുമായിട്ട് അതിലേക്ക് ഇറങ്ങി വന്നിട്ട് ഡോറൊക്കെ തുറന്നിട്ട് അവരെല്ലാം ഉണ്ടാക്കിയത്. ഈ മേയർ എന്ന് പറഞ്ഞോള് ഇവനെ തെറി വിളിച്ചോ യദുനെ? അവളാണ് ഷോ കാണിച്ചത്. ഇതാ നീ ആരാ, മറ്റാണ്, ഞാൻ വലിയ മേയറാണ്. അവളെന്ത് മേയറാണ്, മേയറിന്റെ വണ്ടി വരണം. അത് വല്ല കാറിലും കയറി വന്ന് അവളൊന്നും മേയറൊന്നും ഇല്ല. ഞാനായാലും ശരി, ഞാൻ ഒരു പോലീസുകാരനാണെങ്കിൽ ഞാനൊരു ബസ്സിൽ പോയാലും മാത്രമേ എനിക്ക് ഒരു ഡിപ്പെൻഡ് കാറിൽ പോയാൽ എനിക്ക് പോലീസുകാരനാ. അത് കഴിഞ്ഞ് നമ്മൾ ഡ്യൂട്ടി കഴിഞ്ഞാൽ അത് വേറെയാ. ഇവർ ചുമ്മാ തോന്നിയ ദിവസം പറഞ്ഞിട്ട് ആ ചെക്കൻ്റെ ജോലിയെ കളഞ്ഞിട്ട് പിന്നെയും വർത്താനം പറഞ്ഞ് നടക്കുന്നത്. ഞാൻ അന്നും പറഞ്ഞ ഏത് കോടതി ഞാൻ പറയാം, എന്നെ വിളിച്ചാൽ മതി. കോടതിയിൽ താങ്കൾ കണ്ടത് മൊഴി നൽകാൻ തയ്യാറാണോ? ഞാൻ അവരോട് പറഞ്ഞ ഏത് കോടതി വന്ന് ഞാൻ സത്യാവസ്ഥ പറയുന്നു പറഞ്ഞു, എന്നെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഈ സംഭവം എവിടെ വെച്ചാ? തിരുവനന്തപുരത്ത് എവിടെ വെച്ചാണ് ഈ വണ്ടി കാർ ഇവരെ ഫോളോ ചെയ്തത്? ഒരു 3 കിലോമീറ്റർ ഇപ്പം നടന്ന സംഭവം. ഇവർ വണ്ടി കൊണ്ട് ക്രോസ് ഇട്ട് ഇവരാ ഉണ്ടാക്കിയത് പ്രശ്നം മൊത്തം. ഈ പ്രശ്നങ്ങൾ മൊത്തം ഉണ്ടാക്കിയത് ഇവരാണ്, വണ്ടി ഇട്ട് ഇവരാണ് ഈ പെണ്ണുങ്ങളായി പ്രശ്നം മൊത്തം ഉണ്ടാക്കി. ഈ ഏതോ അശ്ലീലാംഗ്യം കാണിച്ചു എന്നൊക്കെ പറഞ്ഞത് ചുമ്മാതാണോ സത്യമാണോ? എന്ത് കാണിച്ചില്ല. ഒരു ബസ്സിലേക്ക് ശരി ഞാൻ സൈക്കിളിൽ പോകുന്നു, എന്റെ ഫ്രണ്ട് ഒരു ലൈറ്റ് ഇത് ഒരു കണ്ണാടി വെച്ചോണ്ട് ഞാൻ വരുന്ന ബാക്കി വരെ ഞാൻ വല്ലതും കാണുന്നുണ്ടോ രാത്രി? അല്ല പറയുമ്പോ എല്ലാം പറയണല്ലോ, ആരായിക്കോട്ടെ. ഇപ്പൊ ഇതിനു വേണ്ടി നിൽക്കാത്ത ആരും വരാത്തതെന്ന് പറഞ്ഞാൽ ആ ബസ്സിൽ കയറുന്ന ആരും വരത്തില്ല. എന്താണെന്ന് വെച്ചാല് നമുക്കെന്ന് പറയാം, നമുക്ക് ഇത് കേസുമായിട്ട് നടക്കേണ്ട കാര്യമല്ലെന്ന് പറഞ്ഞാൽ ആരും ഇതിൽ ഇടപെടത്തില്ല. പക്ഷേ ദൈവം എപ്പോഴും ഉണ്ടാവും. ആ സമയത്ത് ഏകദേശം എത്ര പേര് വണ്ടിയിലുണ്ടായിരുന്നു ഈ പ്രശ്നം നടക്കുമ്പോൾ? സാഫല്യം കോംപ്ലക്സിന്റെ പാളയം സാഫല്യം കോംപ്ലക്സിന്റെ ഫ്രണ്ടില് വണ്ടി നിറച്ച് നിങ്ങൾ ഇറക്കുമ്പോൾ അന്ന് ആ ബസ്സിനകത്ത് യാത്രക്കാരുമായിട്ടുള്ളത് ഒരു 10-15 പേർക്ക് കൂടുതലില്ല. 15 പേര് താഴെ ഉള്ളൂ ഈ പാളയം സാഫല്യം കോംപ്ലക്സിന്റെ ഫ്രണ്ടിൽ ഈ ഇഷ്യൂ നടക്കുമ്പോൾ. അത്രേ ഉള്ളൂ. അതിലൊരു യാത്രക്കാരനായിരുന്നു താങ്കള്? അതിലൊരു യാത്ര ഞാനും. ബസ്സിന് പോവില്ല, ഇനി ബസ് പോവില്ല, നിങ്ങൾ യാത്രക്കാർ മൊത്തം ഇറങ്ങിക്കോ, ഇത് വിഷയമാണെന്ന് പറഞ്ഞുകൊണ്ട് ഇറക്കി വിട്ട്. പിന്നെ നമുക്ക് ഇന്നും പറയാൻ പറ്റും. അവൻ കുടിച്ചിരിക്കാതെ വല്ല തെറിയൊക്കെ പറഞ്ഞേനെ. പിന്നെ അവന്നും മിണ്ടിയില്ല. എന്നുവെച്ചാൽ നമുക്ക് നാട്ടിൽ പോകണ്ടേ. അങ്ങനെ അവർ രണ്ട് വണ്ടി ഓട്ടാളം നിർത്തി അവരൊന്നും നിർത്തിയില്ല. പിന്നെ ഒരു സ്കൂട്ടർ വന്ന് ചേട്ടാ ഇങ്ങനെ നേരത്തെ ബസ്സിനെന്താ കേടാണ് പോവാന്ന് പറയും. ഇവര് ആ പെണ്ണൊക്കെ എന്ത് തെറിയാ വിളിക്കുന്ന ആ ഡ്രൈവറിനെ. മേയർ ആര്യേന്ദ്രനാണോ ഈ തെറി വിളിച്ചത്? അവള് പറഞ്ഞതാണ്. ഞാൻ എവിടെയാണോ ഒന്നും പറയും, കക്ഷി തന്നെ പറയാം. അവള് പറഞ്ഞ പോലെ തന്നെ. പക്ഷെ അങ്ങനെയൊന്നും പറയരുത് ആണുങ്ങളെ. അത്ര മോശം തെറിയാണോ വിളിച്ചത് ഈ മേയർ ആര്യേന്ദ്രൻ? ആ പുള്ളി പറഞ്ഞു, എന്റെ ചേട്ടാ ആ പുള്ളി പറഞ്ഞു നിങ്ങൾ മേയറാണ് എനിക്ക് അറിയത്തില്ല, നിങ്ങൾ ഈ വണ്ടി വന്നത് നിങ്ങൾ ആ വണ്ടിയിലാണ് ഈ സർക്കാർ വണ്ടി തന്നിരിക്കുകയാണെങ്കിൽ പറഞ്ഞു മേയറാ നമ്മൾ വണ്ടി സൈഡായി കൊടുക്കും. ഒരു സൂപ്പർ ഫാസ്റ്റ് പിന്നെ എങ്ങനെയാ പോകുന്ന നടു റോട്ടിൽ പോകുന്ന വണ്ടി എത്ര കാലം ഇറക്കി വിട്ട്. അന്നൊക്കെ ശരിക്കും പറഞ്ഞാൽ ശരിക്കും നല്ല ആണുങ്ങളുണ്ടെങ്കിൽ അടിച്ച് പരിപ്പാക്കി വിട്ടേനെ അവിടെ നിന്ന് തന്നെ. എന്ത് മേയർ, എന്ത് പോലീസ്, എന്ത് കാണാനാ? ഒരു യൂണിഫോമില്ലാണ് ഇങ്ങനെ ഉണ്ടാക്കുക. അതാണ് നടന്ന സംഭവം. എന്നെ ഇവിടെ അന്നും പറഞ്ഞ ആ പുള്ളി ഈ മൊബൈൽ വിളിച്ച പുള്ളിയും പറഞ്ഞ ഏതോ അവന്റെ നമ്പർ കൊടുത്ത്, എന്റെ നമ്പർ ആ പുള്ളി കൊടുത്ത് എന്നെ വിളിച്ച ഏത് കോടതി ഞാൻ വന്ന് പറഞ്ഞു. ഞാൻ ഒന്നും പറഞ്ഞ ഏതൊരു എനിക്കാരും പേടിയൊന്നും ഇല്ല. കോടതി എല്ലാവർക്കും ഒന്നാ ഒരു കണ്ടക്ടർ ഡ്രൈവറിന്റെ ഇപ്പറ ഇരുന്നു. പിന്നെ ഒരാളെ ഫോൺ വിളിച്ച അയാൾ കണ്ടക്ടർ അവിടെ ഇരുന്ന് വെച്ച്. അതാരെ എന്താ നമുക്കറിയില്ല. ഈ ടച്ചിന്റെ എന്ന് പറയുന്നത് കയറി വന്ന് വെച്ച് മൂപ്പിക്കുക. ഇറങ്ങി എല്ലാവരും പൊക്കോ വന്ന് വണ്ടിയിൽ പോകത്തില്ല, നിങ്ങളൊക്കെ ഇറങ്ങിക്കോ, വണ്ടി കേടാണ് മറ്റാണ്
എന്നൊക്കെ പറഞ്ഞ് വർത്താനം പറയുമ്പോൾ എല്ലാവരും പെണ്ണുങ്ങളാ ഇരുന്ന 2-3 പെണ്ണുങ്ങളുണ്ട്, അവരൊക്കെ ഇറങ്ങി എല്ലാവരും പോയി, എല്ലാവരും നമ്മളും ഇറങ്ങി പോയി. പിന്നെ ഞാൻ എനിക്കങ്ങ് പോയി. പിന്നെ ആ പാവപ്പെട്ട ചെക്കനെ ഇത് ചെയ്തുകൊണ്ട് അവൾ അനുഭവിച്ചു. അന്ന് ഞാൻ പറഞ്ഞ ഇവള് അനുഭവിക്കുന്നു, അതേപോലെ ദൈവം കൊടുത്തു അനുഭവിക്കും. കോടതി ഏതായാലും ശക്തമായി വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ടല്ലോ. ഇനി ദൈവം നമ്മളെ സർക്കാരിന്റെ കൂടെ അല്ല, നമ്മളെ ജനങ്ങളെ കൂടെ ദൈവം ഉണ്ടെങ്കിൽ ഇവളും ഭർത്താവും കോടതി കയറി ഇറങ്ങും. അത് ഞാൻ പറഞ്ഞ അന്നൊരു വാക്കാ, അത് വാക്കാം. പക്ഷെ ഇത് കാണുമ്പോൾ നമുക്ക് സങ്കടം. പാവപ്പെട്ട ഒരു ചെക്കൻ ഇങ്ങനെ ചെയ്യാണ്ട് ഒരു കാര്യമില്ല. ഇവര് വെള്ളം അടിച്ചോന്ന് ഇവര് വല്ലതും അറിഞ്ഞോ? ഇന്ന് ഇവരെ കൊണ്ട് നോക്കണ്ടേ ഡോക്ടറിന്റെ അടുത്ത് പോയിട്ട്? ഞാൻ ചോദിച്ചു, ഇവള് വെള്ളം അടിച്ചോണ്ട് വന്ന കല്യാണം പുരേന്ന് വന്നതാണല്ലോ, ഇവള് വെള്ളം അടിച്ചോണ്ടെന്ന് ആരും അറിഞ്ഞോ? ഒരു പോലീസുകാർ കൊണ്ടുപോയില്ലല്ലോ. ദൈവസഹായം എന്ന് പറയുന്ന ആൾ ആ വണ്ടിയിലെ പാസഞ്ചർ ആയിരുന്നുവെന്നും അന്ന് കണ്ട കാഴ്ച കൃത്യമായിട്ടും കോടതിയിൽ പറയാൻ തയ്യാറാണെന്നും ഞാൻ അഭിഭാഷകനോട് പറയാം. പാവപ്പെട്ടവർ നമ്മള് ഏത് പാവപ്പെട്ടാണ്? എനിക്ക് 3 മക്കളുള്ള, എനിക്ക് പെണ്ണുമ്പിള്ളൊന്നും ഇല്ലാത്ത പെണ്ണുമ്പിള്ളൊക്കെ മരിച്ചുപോയി. എന്നിട്ട് അന്ന് ഇത് തന്നെ പറഞ്ഞു, ഇത് ഇന്ന് ഞാൻ പറയുന്നത്. പക്ഷെ ഇത് കാണുമ്പോൾ നമുക്ക് സങ്കടം. പാവപ്പെട്ട ഒരു ചെക്കൻ ഇങ്ങനെ ചെയ്യാണ്ട് ഒരു കാര്യമില്ല. ഇവര് വെള്ളം അടിച്ചോന്ന് ഇവര് വല്ലതും അറിഞ്ഞോ? ഇന്ന് ഇവരെ കൊണ്ട് നോക്കണ്ടേ ഡോക്ടറിന്റെ അടുത്ത് പോയിട്ട്? ഞാൻ ചോദിച്ചു, ഇവള് വെള്ളം അടിച്ചോണ്ട് വന്ന കല്യാണം പുരേന്ന് വന്നതാണല്ലോ, ഇവള് വെള്ളം അടിച്ചോണ്ടെന്ന് ആരും അറിഞ്ഞോ? ഒരു പോലീസുകാർ കൊണ്ടുപോയില്ലല്ലോ. അവർ കുത്താച്ചി ചെയ്തല്ലോ ഇവര്. അതാണ് ഏത് കോടതി ഞാൻ പറയും. എനിക്കൊരു പോലീസുകാരനെ ഒരു കോടതി എനിക്ക് പേടിയൊന്നുമില്ല. ഞാൻ അവിടെ വല്ലതും പറഞ്ഞിറങ്ങിയ അതാണ്. നമ്മൾ സത്യം പറയണം. പ്രേക്ഷകർ കണ്ടല്ലോ, ദൈവസഹായം സംസാരിച്ചതാണ് ഇപ്പോൾ നിങ്ങൾ കേട്ടത്. ഇനിയും വരും ദിവസങ്ങളിൽ ഈ മുൻ മേയറും ഇവരുടെ ഭർത്താവും കോടതി കയറി ഇറങ്ങേണ്ടുന്ന ഒരവസരം വരും. ഇവർക്ക് മാതൃകാപരമായ ഒരു ശിക്ഷ ബഹുമാനപ്പെട്ട കോടതി നൽകണം. നമ്മൾ മനസ്സിലാക്കണം, ഈ ഇടതുപക്ഷ സർക്കാരിൻ്റെ ആ സഹായം ഒന്നുകൊണ്ട് മാത്രമാണ് ഈ മേയർ അന്ന് ഈ കേസിൽ പ്രതിയാകാതിരുന്നത്. ആ ഭരണകൂടം കയ്യിലുണ്ടെന്നുള്ള ആ അഹങ്കാരവും ധാർഷ്ട്യവും എല്ലാം കൊണ്ടാണ് ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരൻ്റെ ജീവിതം ഇവർ തകർത്തത്. ആ പ്രവർത്തനത്തിലൂടെ ആ ഡ്രൈവറുടെ ജോലി പോയി, അദ്ദേഹത്തിൻ്റെ ഉപജീവന മാർഗം നഷ്ടപ്പെട്ടു. അത് സമൂഹത്തിന് നൽകുന്നത് വളരെ തെറ്റായ ഒരു സന്ദേശമാണ്. കാരണം അധികാരവും ഭരണകൂടവും കയ്യിലുണ്ടെങ്കിൽ ഇവിടെ എന്ത് തോന്നിവാസവും നടക്കും, ഇവർക്കെതിരെ ഒന്നും സംഭവിക്കത്തില്ല. അതുപോലെ തന്നെ ഓർക്കുക, ഇതിന് ശക്തമായ നടപടിയെടുക്കേണ്ടുന്ന പോലീസുകാർ പോലും ഇതിലെ പ്രതികളെ സംരക്ഷിക്കുവാൻ ശ്രമിക്കുന്നതാണ് നമുക്ക് കണ്ടത്. ആ പോലീസുകാർ അവിടെ എത്തിയപ്പോൾ തന്നെ ആദ്യമേ ചെയ്യേണ്ടത് എന്തായിരുന്നു? ആ CCTV ദൃശ്യങ്ങൾ അടങ്ങിയ ആ മെമ്മറി കാർഡ് അവർ കരസ്ഥമാക്കുക, ബന്ദോബസ്തിലെടുക്കുക, ആ വണ്ടി കസ്റ്റഡിയിലെടുക്കുക എന്നതായിരുന്നു. പക്ഷേ വണ്ടിയെല്ലാം വിട്ടുകൊടുത്ത ദിവസങ്ങൾക്ക് ശേഷമാണ് CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുവാൻ എന്ന പേരിൽ മെമ്മറി കാർഡ് തപ്പാൻ ഇവർ ഇറങ്ങിയത്. അന്നത്തേക്കും ഇവർ അത് ഒളിപ്പിക്കുകയും ചെയ്തു. അല്ലായിരുന്നുവെങ്കിൽ സച്ചിൻ ദേവ് MLA ആ വണ്ടിയിൽ കയറി കാണിച്ച അധിക്ഷേപത്തിനും യദുവിനെ ആക്രമിക്കാൻ ശ്രമിച്ചതും യാത്രക്കാരുടെ മുന്നിൽ വെച്ച് അയാളെ തെറിവിളിച്ചതിനുമെല്ലാം കൃത്യമായ തെളിവ് ലഭിക്കുമായിരുന്നു. ഇതെല്ലാം നശിപ്പിച്ചത് അന്ന് ആ വണ്ടിയിലുണ്ടായിരുന്ന കണ്ടക്ടറാണെന്ന് പറയുന്നു. എന്തായാലും ഇപ്പോൾ എൻ്റെ ഒരു ദൃക്സാക്ഷി മുന്നോട്ട് വന്നിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട കോടതി ഈ വിഷയത്തിൽ ഇടപെട്ടിരിക്കുകയാണ്. ഇനി എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.